ഗോസ്പല് യേശുവിൻ്റെ ഒരു നിലവിളി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം യേശുവിൻ്റെ കൂടെ ഒരു വലിയൊരു ജനക്കൂട്ടമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് അവർ കൂടെയുണ്ട്. അതുകൊണ്ട് യേശുവിന് വളരെ കൃത്യമായിട്ട് അവരുടെ ദിനചര്യകളൊക്കെ അറിയാം. ഇങ്ങനെ ദിനചര്യകൾ അറിയാവുന്ന ഒരു ക്രിസ്തുവിന് അവരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് യേശു ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാകില്ല. ഒരു നിലവിളിയാണ്, പ്രശ്നമുണ്ടാക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ആദ്യത്തെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, ഇതെവിടെ നിന്ന് ഭക്ഷണം കിട്ടാനാണ്? ആളൊന്നും ഇല്ലാത്തൊരിടത്ത് പെട്ടെന്ന് എവിടെ നിന്നാണ് ഞങ്ങൾ ഇത്ര ഒരു ഭക്ഷണം കൊടുക്കാൻ? നടക്കാത്ത കാര്യമാണ്. ഈ പാസേജ് വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നൊരു പഴയ നിയമത്തിലേക്കാണ്. ഇസ്രായേൽ ജനത്തെ മോശ മരുഭൂമിയിലൂടെ നയിച്ച് തേനും പാലും ഒഴുകുന്നൊരിടത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ മരുഭൂമിയിലെത്തിയപ്പോൾ ജനം പ്രശ്നമുണ്ടാക്കി. അവർ നിലവിളിച്ചു, അവർ മോശയ്ക്കെതിരെ സംസാരിച്ചു, ദൈവത്തിനെതിരെ സംസാരിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. വിജനസ്ഥലമാണ്, മരുഭൂമിയാണ്, ആളുകളൊന്നും ഇല്ലാത്തൊരിടമാണ്. ഇവിടുത്തെ എവിടെ നിന്നാണ് ഭക്ഷണം തരാനായിട്ട്? പറ്റില്ല. ഒത്തിരി നിലവിളിയായപ്പോൾ അവസാനം മോശ കർത്താവിനോട് പ്രാർത്ഥിച്ച് സ്വർഗത്തുനിന്ന് മന്ന ഇറക്കിയാണ് അവരുടെ വിശപ്പ് മാറ്റിയത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ജനങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, യേശുവാണ് പ്രശ്നം ഉണ്ടാക്കിയത്. ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാകില്ല. കാര്യങ്ങളൊക്കെ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് എത്തിയപ്പോൾ നേരെ തിരിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? ജനങ്ങളുടെ മുമ്പേ മോശയുണ്ട്. മോശയുടെ ദൗത്യം ഇവരെ കാനാൻ ദേശത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ ഇവരുടെ വിശപ്പിനെക്കുറിച്ച് മോശ ചിന്തിച്ചില്ല. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ക്രിസ്തുവിന് ഈ മനുഷ്യരെയൊക്കെ വലിയ രക്ഷ കാണിക്കണം. ഈ രക്ഷയിലേക്കുള്ള പാതയ്ക്കിടയിൽ അവർക്ക് വിശക്കുന്നത് പോലും അവൻ്റെ കരുതലുണ്ടായിരുന്നു എന്നുള്ളതാണ് അന്നത്തെ ഗോസ്പൽ പഠിപ്പിക്കുന്ന മനോഹരമായ പാഠം. പഴയ നിയമത്തിൽ അവരെ നയിച്ചവനെതിരെ ജനം മുഴുവനും മുറവിളി കൂട്ടിയെങ്കിൽ പുതിയ നിയമത്തിൽ ആ ജനത്തിന് വേണ്ടി നയിക്കുന്നവൻ തന്നെ മുറവിളി കൂട്ടുകയാണ്. അവസാനം ആ മുറവിളിക്കുണ്ടായ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണിൽ കണ്ട അത്ഭുതങ്ങളാണ്. വർദ്ധിച്ചു വന്ന അപ്പത്തിൻ്റെ കണക്കാണ്. വിശപ്പ് മാറിയ ഉദരത്തിൻ്റെ സ്നേഹമാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത. അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും വളരെ കരുതലുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രക്ഷയിലേക്കുള്ള ഈ യാത്രക്കിടയിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ക്രിസ്തു വരെ കൺസേൺഡ് ആയിരുന്നു. ഈ കൺസേൺ കൂടിപ്പോയത് കൊണ്ട് തന്നെ അവൻ അവർക്ക് വേണ്ടി നിലവിളി കൂട്ടി, അവർക്ക് വേണ്ടി വാദിച്ചു, അവർക്ക് വേണ്ടി സംസാരിച്ചു. എനിക്ക് ഈ യേശുവിനെ ഒത്തിരി ഇഷ്ടമാണ്. കർത്താവ് വലിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ചെറിയ കാര്യങ്ങൾ എന്തുമാത്രം കരുതലുള്ളവരായിരുന്നു. നമ്മുടെ വിശപ്പിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ക്രിസ്തു ഒരുപാട് കരുതലുള്ളവനാണെന്ന് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കും. നമ്മുടെ വിശപ്പിനെക്കുറിച്ചും നമ്മുടെ സങ്കടങ്ങളെക്കുറിച്ചും നമ്മുടെ വേദനകളെക്കുറിച്ചും നമ്മുടെ സന്തോഷത്തെക്കുറിച്ചും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ചുമൊക്കെ അവനൊത്തിരി കരുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചില്ലെങ്കിലും സാരമൊന്നുമില്ല, അവൻ നമുക്ക് വേണ്ടി മുറവിളി കൂട്ടും. എന്നിട്ട് സ്വർഗത്ത് നിന്ന് അവൻ അത്ഭുതങ്ങൾ വാങ്ങിത്തരും. പ്രിയമുള്ളവരെ, ഈ കരുതലുള്ള ദൈവത്തെ കുറച്ചും കൂടി നമ്മൾ ഗൗരവത്തോടെ കാണണം. പഴയ നിയമത്തിൽ ജനങ്ങളാണ് മുറവിളി കൂട്ടിയിട്ടുള്ളത്. പുതിയ നിയമത്തിൽ നയിച്ച ആ ദൈവം തന്നെ മനുഷ്യർക്ക് വേണ്ടി മുറവിളി കൂട്ടി. ക്രിസ്തു മുമ്പിൽ നയിക്കാനുള്ളപ്പോൾ പിന്നീട് ഈ കണ്ണീരും ഈ വേദനയും വിലാപവും ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയാനും നമ്മുടെ ദൈവം മുമ്പിലുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ദാനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽക്കിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം
സിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. പിതാവില്ലാത്തോർക്ക് നല്ലൊരു താതനും പെറ്റമ്മയെ കവിഞ്ഞാർദ്രവാനും. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാമെൻ കർത്താവത്രേ. വിധവയ്ക്ക് കാന്തനും സാധുവിനപ്പവും എല്ലാമെൻ കർത്താവത്രേ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങളെല്ലാം സർവേശനെ നോക്കിയിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. കല്യാണശാലയിലെന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിയിടുമ്പോൾ. കല്യാണശാലയിലെന്നെ വിളിച്ചെൻ്റെ സന്താപമൊക്കെയും തീർത്തിയിടുമ്പോൾ. ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. ശീഘ്രം വരുന്നെൻ്റെ കാന്തൻ വരുന്നെന്നിൽ ഉല്ലാസമായി ബഹുകാലം വാഴാൻ. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു.
ദിവസവും എന്റേതത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം